പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തെ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാം വാക്യം. മനുഷ്യന് വായി കൊടുത്തതാർ? അല്ല, ഊമനെയും ചെകിടിനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാൻ അല്ലയോ? ആകയാൽ നീ ചെല്ലുക, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ചു തരും. ഇവിടെ നാം കാണുന്നത് ഇസ്രായേൽ ജനത്തിന്റെ വീണ്ടെടുപ്പിനായി ഇസ്രായേലിലേക്ക് മോശയെ അയക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത് തന്നെ അധികാരപ്പെടുത്തുന്ന സമയമാണ്. എന്നാൽ തൻ്റെ ജീവിതത്തിലെ തിക്താനുഭവങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മോശ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനായി ശ്രമിക്കുന്ന സമയത്ത് ദൈവം തൻ്റെ 2 അടയാളങ്ങളാൽ തന്നെ ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, തൻ്റെ വടി നിലത്തിട്ടപ്പോൾ പാമ്പാവുകയും തിരിച്ച് അത് വടിയായിത്തീരുന്ന അനുഭവം കാണുവാൻ സാധിക്കും. 2-ാമത്തെ അടയാളം, തൻ്റെ കൈ മാർവിടത്തിലിട്ടപ്പോൾ അത് വെളുത്ത് കുഷ്ഠമുള്ളതുപോലെയായി. എന്നാൽ തിരിച്ച് വീണ്ടും മാർവിടത്തിലിട്ടപ്പോൾ ആ കുഷ്ഠം മാറി കൈ പഴയതുപോലെയായി. അങ്ങനെ 2 അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണിച്ച് തൻ്റെ നിയോഗത്തിൻ്റെ ദൈവിക വാഗ്ദത്തം ഉറപ്പ് വരുത്തി ദൈവം തന്നെ നിയോഗിക്കുമ്പോൾ വീണ്ടും മോശ പറയുകയാണ്, നിന്നോട് സംസാരിക്കുന്നതിന് മുമ്പും ഈ സംസാരിച്ചതിന് ശേഷവും ഞാൻ വാക്സാമർത്ഥ്യം ഇല്ലാത്തവനാണ്. എനിക്ക് പോവാനും സംസാരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ബോധിച്ച മറ്റൊരാളെ തിരഞ്ഞെടുത്തുകൊള്ളുകയും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയുന്ന ആൻസറാണ് കുറിവാക്യമായി നാം ഇന്നിവിടെ വായിച്ചത്. മോശ യഹോവയുടെ കർത്താവേ, മുമ്പ് തന്നെ നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വീക്കനും തടിച്ചു നാവുള്ളവനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്നതാണ്, മനുഷ്യന് വായി കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടിനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവയായ ഞാൻ അല്ലയോ? നമ്മെ സൃഷ്ടിച്ച ദൈവമാണ്, നമ്മുടെ അവയവങ്ങളെ സൃഷ്ടിച്ച ദൈവമാണ്. അതിന് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ, പരിമിതികൾ ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യുവാനുള്ള കൃപ നമ്മുടെ ദൈവം തരും. 2 കൊരിന്ത്യരിൽ നമ്മൾ വായിക്കുന്നു, അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിലെ ശൂലം മാറുവാൻ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ അത് മാറിയില്ല. കർത്താവ് പറയുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, അത് നിന്റെ ബലഹീനതയെ തികഞ്ഞു വരുന്നതാണ്. ഇന്ന് കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെയുള്ള തിക്താനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് വാക്കാലം ദൈവസന്നിധി സമർപ്പിക്കുക. നമ്മെ വിളിച്ച ദൈവം, നമ്മെ വേർതിരിച്ച ദൈവം, നമ്മെ ശുശ്രൂഷയ്ക്കായി ആക്കിയ ദൈവം, ഹല്ലേലൂയ, സ്തോത്രം, നമ്മെ അന്ത്യത്തോളം നടത്തുവാൻ വിശ്വസ്തനാണ്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. അവൻ്റെ കൃപ മതി നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിന്. നമ്മുടെ പരിമിതികൾ, നമ്മുടെ പ്രയാസങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുവെങ്കിലും അതിന്മേ ഓവർകം ചെയ്യുവാനുള്ള ദൈവകൃപയ്ക്കായി ഇന്ന് വാക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, കേൾക്കുന്ന നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ പരിമിതികൾ, അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളുമേൽ ദൈവകൃപ വ്യാപരിച്ച് അതിനെ ഓവർകം ചെയ്ത് ദൈവനാമത്വത്തിനായി നിൽപ്പാൻ ഇന്ന് പകൽക്കാലം കർത്താവ് സഹായിക്കണം. മഹത്വം കർത്താവ് എടുത്തിട്ട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.